എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആക്ട്രസ് അംബികയുടെ വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണേട്ടോ. നമ്മൾ ഇതിക്കും മുമ്പും കുറേ ആക്ട്രസിൻ്റെ വൈറലായിട്ടുള്ള പാക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനും നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാക്ക് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റിക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ബ്രഷ് വെച്ച് നമുക്ക് ഒട്ടും പറ്റില്ല. ഞാൻ പിന്നെ കൈ കൊണ്ടാണ് കേട്ടോ ആദ്യം ബ്രഷ് വെച്ചൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കി, പക്ഷേ നടക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ കൈ വെച്ചൊക്കെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ഒട്ടണ ടൈപ്പാണ്. ഇനി ഇത് നമുക്കിതൊരു ഡ്രൈ ആവണവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊരു 20 മിനിറ്റ്സ് വേണ്ടി വന്നിട്ട് ഇത് ഡ്രൈ ആവാനായിട്ട്. എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ട് ഒരു സെമി ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്തെടുക്കാം കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ആ ഒരു നോയ്സസ് കേൾക്കണം. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ. പക്ഷെ മഴ മാറാൻ കുറേ നേരം നോക്കിയിട്ടോ, പക്ഷെ മഴ മാറാൻ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. സ്കിൻ നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിൻ്റെ ഭാഗത്ത് ഇടാനാണ് കേട്ടോ. കാരണം ആ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് 3 വെണ്ടയ്ക്ക എടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അധികം മൂത്ത വെണ്ടയ്ക്ക എടുക്കരുത്. ചെറിയ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, കിളുന്നതായിട്ടുള്ള വെണ്ടയ്ക്ക, അങ്ങനത്തെ വെണ്ടയ്ക്ക എടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈര് ഉണ്ടല്ലോ, അത്യാവശ്യം പുളിയുള്ള തൈര് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പാക്ക് എന്ന് പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട് ഈ ഒരു പാക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ റിസൾട്ട് കണ്ടുവാണല്ലോ, നല്ല റിസൾട്ട് ഉണ്ട്, നല്ല പാക്കുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റൈസ് ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ റൈസ് ക്രീമാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മോയ്സ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല പാക്കാണ് കേട്ടോ, നല്ല റിസൾട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അപ്പോൾ അംബിക മാമിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം മനസ്സിലായില്ലേ. ഇതേപോലെയുള്ള ഫേസ് പാക്കുകളും ബ്യൂട്ടി ടിപ്സൊക്കെ ആയിരിക്കും അവരുടെയൊക്കെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം അല്ലേ. പലരും അത് റിവീൽ ചെയ്യാറുണ്ട്, ചിലവരൊന്നും പറയാറേ ഇല്ല. ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവില്ല. നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് തരുവാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് കാണാം. ബൈ.